1980-കളുടെ പകുതിയിൽ വീര്യം കൂടിയ വീരന്മാരെന്ന പേര് കേട്ട ST250 ബുള്ളറ്റ് 350 മാത്രം റോഡ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തിരി ചങ്കറപ്പ് കൂടിയ യമഹ എസ്കോർട്ട് 350 എന്ന ട്രാക്ടർ കമ്പനി കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ നടത്തിയ ഒരു വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കലായിരുന്നു. ആ പാവം ട്രാക്ടർ കമ്പനി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അവർ കാഴ്ചവെക്കാൻ പോകുന്നത് ഭാവിയിലെ ചരിത്രത്തിലെ ഒരു ഇരട്ട ചങ്കനയാണെന്ന്. അങ്ങനെ യമഹ 1983-ൽ ഇന്ത്യയിലെ ബൈക്ക് ഭ്രാന്തന്മാർക്കായി അവരുടെ RD350 എന്ന മോഡൽ കാഴ്ചവെക്കുകയും ഇന്നും അത് ഓടിക്കുന്ന കൊമ്പന്മാർ പറയും അവരുടെയും പെർഫോമൻസിന്റെയും കാര്യത്തിൽ ഈ കൊമ്പനെ കഴിഞ്ഞിട്ട് ഏത് വമ്പന്മാരും വരും. പക്ഷേ ന്യായമായ മൈലേജ് ലഭ്യമല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് 1983-ലെ നമ്മുടെ ചേട്ടന്മാരെല്ലാം ആ ബൈക്കിന്റെ റേറ്റിംഗ് താഴ്ത്തി കെട്ടുകയായിരുന്നു. അതിനുശേഷം തന്റെ ചേട്ടനെ കുറ്റം പറഞ്ഞവരുടെ വായടപ്പിച്ചുകൊണ്ട് RX100 എന്ന വിപ്ലവ സിംഹം അവിടെ കൃത്യം പറഞ്ഞ 1985-ന് ഉദയമെടുക്കുകയായിരുന്നു. പിന്നീട് നടന്നതെല്ലാം ചരിത്രങ്ങളായിരുന്നു, ആർക്കും തിരുത്താൻ കഴിയാത്ത ചില ചരിത്രങ്ങൾ. എസ്കോർട്ട് എന്ന ട്രാക്ടർ കമ്പനി യമഹ RX100-ന്റെ വിൽപ്പന കണ്ട് കണ്ണു തള്ളിപ്പോയി. കാരണം എന്തെന്നാൽ മരണമാസ ലുക്കും തീക്കനൽ പെർഫോമൻസും കണ്ടുകൊണ്ട് ആളുകളെ ആ വണ്ടി ആകർഷിച്ചുകൊണ്ടേയിരുന്നു. എവരെയും അത് വാങ്ങാൻ പ്രചോദിപ്പിച്ചു. അങ്ങനെ 0 to 100